യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സൗന്ദര്യലഹരിയുടെ 13ാമത്തെ ശ്ലോകമാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത്. ഓം ഗുരുഭ്യോ നമഃ. ശങ്കരാചാര്യ നമഃ. സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമ അസ്മദാചാര്യപര്യന്താ വന്ദേ ഗുരുപരമ്പര. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായികേ ശങ്കരാചാര്യവര്യായ യതിരാജായ തേ നമഃ. നരം വർഷീയാംസം നയനവിരസം നർമ്മസുജഡം തവാപാങ്കാലോകേ പതിതമനുധാവന്തി സദസഃ ഗലദ്വേണീബന്ധാഃ കുജകലശവിസ്ത്രക്തസിജയാഃ ഹകാട്ട്ര്യഡ്യക്കാഞ്ചോ വിഗളിതദുകൂലയുവതയാം. വാർദ്ധക്യത്തിലെത്തിയ നരൻ കാണുന്നവർക്ക് പടുവൃദ്ധനാണ്. മറ്റുള്ള വിഷയങ്ങളിൽ ചിന്തയില്ലാത്തവൻ, പുണ്യം ചെയ്തവൻ. നൂറുകണക്കിന് സ്ത്രീകൾ അഴിഞ്ഞു വീണ മണികളും അറിയാതെ ഈ വൃദ്ധൻ്റെ പുറകെ പോകും. ദേവിയുടെ കൃപ കിട്ടിയ പുരുഷൻ്റെ പുണ്യം കിട്ടാനായി സ്ത്രീകൾ പോകുന്നത്. വൃദ്ധനായ ആൾ ദേവീഭക്തനാണ്. ആ ആളിനെ കണ്ടപ്പോൾ സ്ത്രീകളെല്ലാം അവരവരുടെ തുണി പോലും അഴിഞ്ഞു പോയതുപോലും അറിയാതെ കൃപ കിട്ടാനും വേണ്ടി ആ വൃദ്ധൻ്റെ പുറകെ പോവുകയാണ്. അങ്ങനെയാണ് ദേവിയുടെ കൃപ കിട്ടിയാൽ അവർ ദൈവത്തിന് തുല്യമാണ്. അവരുടെ ഒരു നോട്ടം കൊണ്ടും അവരുടെ സംസാരം കൊണ്ടും മറ്റുള്ളവരുടെ പാപങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും. അങ്ങനെ ആ വൃദ്ധൻ ദേവിയുടെ കൃപ ലഭിച്ചവനാണ്. അങ്ങനെയാണ് ദേവിയുടെ എല്ലാ ഭക്തരും ദേവിയെ അകമഴിഞ്ഞ് ഭക്തിയോടുകൂടി മനസ്സിൽ ഉപാസിച്ച് വിളിക്കുന്ന ഏതൊരാളിൻ്റെയും അനുഭവം ഇതുതന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും അമ്മയെ ഭക്തിപൂർവം ധ്യാനിക്കുക, ഉപാസിക്കുക. അമ്മയുടെ സ്തോത്രങ്ങളും ശ്ലോകങ്ങളും എല്ലാം ചൊല്ലുകയും അമ്മയുടെ പുരാണങ്ങൾ വായിക്കുകയും ഈ ചരാചരം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ ശക്തിയെ നമ്മൾ എപ്പോഴും ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുകയും ചെയ്താൽ അവർക്ക് നന്മ മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ എല്ലാ ജീവജാലങ്ങളിലും എല്ലാ മനുഷ്യരിലും എല്ലാ വൃക്ഷലതാദികളിലും നിറഞ്ഞിരിക്കുന്നതായ ആ ശക്തിയെ നാം എല്ലാവരും ആരാധിക്കണം. നമസ്തേ.